മസ്തിഷ്ക മരണം സംഭവിച്ച മുൻ ISR ഉദ്യോഗസ്ഥന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഈ മാസം 5-ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തൃപ്പൂണിത്തുറയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിലാണ് P. അയ്യപ്പന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുൻ ISR ഉദ്യോഗസ്ഥനായ അയ്യപ്പന്റെ അവയവങ്ങൾ മരണശേഷവും കർമ്മനിരതമാണ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ 75-കാരനായ P. അയ്യപ്പൻ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. അമൃത ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ജീവനക്കാരിയായ മകൾ ധന്യയും മകൻ ധനേഷും കടുത്ത ദുഃഖത്തിനിടയിലും അവയവദാനം എന്ന മഹത്തായ തീരുമാനത്തിന് മുന്നോട്ട് വരികയായിരുന്നു. പിതാവിന്റെ വിയോഗം വേദനയാണെങ്കിൽ പോലും അച്ഛൻ വഴി ഒരുപാട് ആളുകൾക്ക് ജീവിതം തിരികെ ലഭിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് മക്കൾ പറഞ്ഞു. സർക്കാർ ഏജൻസിയായ കെസോട്ടോ വഴിയാണ് അവയവദാന നടപടികൾ പൂർത്തിയാക്കിയത്. And his family has graciously allowed us to encouraged us to take organs for transplantation. Mr. Ayyappan has donated his liver, his corneas and his hand. It's a very big step because for many other patients this goes a long way in restructuring their lives. Organ donation is not new. What is certainly new is that families increasingly are stepping forward to facilitate the donation of organs of their near and dear ones. So in a final act, Ayyappan, what he has done and achieved cannot be measured by words. അയ്യപ്പന്റെ വലതുകൈ അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് സ്വദേശി 47-കാരനാണ് നൽകിയത്. ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള പത്തനംതിട്ട സ്വദേശിയായ 58-കാരനാണ് കരൾ മാറ്റിവെക്കൽ നടത്തിയത്. ഡോക്ടർ ബിനോജ് ST, ഡോക്ടർ സുധീന്ദ്രൻ എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. കണ്ണുകൾ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് വിട്ടുനൽകി. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ബ്രഹ്മചാരി ജയതാമൃത ചൈതന്യ, സംസിദ്ധാമൃത ചൈതന്യ എന്നിവർ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കൊച്ചി.